സ്വാഗതം. അപ്പം ഇന്നെന്താണെന്ന് വെച്ചാൽ ഇന്ന് ചെറിയൊരു ഡേ മൈ ലൈഫാണ് കേട്ടോ. പിന്നെ വന്നിട്ട് എനിക്ക് മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് എൻ്റെ ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെയും എൻ്റെ അനിയൻ്റെയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല, അത് സ്കൂളൊക്കെ തുറന്നിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ അനിയൻ്റെ ടെക്സ്റ്റ് നോട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ നോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ മറന്നു കേട്ടോ ഭക്ഷണം കഴിക്കുന്നതൊക്കെ എടുക്കാൻ. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് ബ്രഷ് ചെയ്ത് ഭക്ഷണം എല്ലാം കഴിച്ചു. ബുക്കെല്ലാം കവർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ബ്രൗൺ പേപ്പർ വെച്ച് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ നമ്മുടെ ബുക്കൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞങ്ങളുടെ ബുക്ക് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഒരു സ്ഥലം വരെ. അപ്പോൾ ആ സ്ഥലത്തേക്ക് പോയപ്പോൾ ഒന്ന് മേടിച്ചതാണ്. ബുക്ക് കവർ ചെയ്യാണ്ടേ വേണ്ടിയിട്ട് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മൂന്നെണ്ണം ഞങ്ങളുടെ നോട്ടിന് മേടിച്ചതാണ്. നോട്ടായിട്ട് ഞങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് നോട്ടിന് മേടിച്ചത്. ഇത് ഒരെണ്ണം ടെക്സ്റ്റിന് മേടിച്ചത്. എൻ്റെ ടെക്സ്റ്റ് എന്തായാലും കിട്ടിയിട്ടില്ല കേട്ടോ. അനിയൻ്റെ ആണെങ്കിൽ ആകെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം വാങ്ങിയിട്ടുള്ളൂ. ഇനി ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാൻ വിചാരിച്ചു. അപ്പോൾ അതേ സീസറൊന്നും വാങ്ങിയതല്ല കേട്ടോ. ഇത് സ്റ്റേപ്ലെയർ പിന്ന് വെറുതെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇനി ബുക്കിലോട്ട് കിടക്കാം. അപ്പോൾ അതേ ഒരു സ്റ്റേപ്ലെയർ കൊടുത്തിട്ടുണ്ട്, സ്റ്റേപ്ലെയർ പിന്നുണ്ട്. നെക്സ്റ്റ് അപ്പോൾ ഈ കാണുന്നതൊക്കെ എൻ്റെ അനിയൻ്റെ ടെക്സ്റ്റ് ആട്ടോ. ഇത് ഇങ്ങനെ കുറേ ടെക്സ്റ്റ് ഉണ്ടാവേണ്ടത്. ഇത് അങ്ങനെ ടേം ബുക്കാണ് കേട്ടോ. ഇതിൽ 3 ടേം ബുക്ക് ഉണ്ട്. ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. ഇത് വന്നിട്ട് ഇത് ഹോംവർക്കൊക്കെ എഴുതാനുള്ള ഒരു ബുക്കാട്ടോ. ഇതേ ഈ ഒരു ബുക്കാണുള്ളത്. ഇങ്ങനെ സെറ്റായിട്ട് വന്നിട്ടുള്ളതാട്ടോ. ഇതൊക്കെ ഇനി പൊതിയിടാൻ കിടക്കണം. അപ്പോൾ നെക്സ്റ്റ് ഇതാണ് ഞങ്ങളുടെ രണ്ടാളുടെയും നോട്ടും. അങ്ങനെ പറയുന്നത് നോട്ടും ഞങ്ങൾ ഡയറി ഇപ്രാവശ്യം മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ വേറെ ആയിട്ടുണ്ട് ഞങ്ങളുടെ ഡയറി. ഉള്ളിൽ അങ്ങനെയൊന്നും കുഴപ്പമില്ല, അതെ പുറത്ത് പിക്ചർ മാറിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഞാനിതൊന്ന് പൊതിയാൻ മീൻസ് കവർ ചെയ്യാനിരിക്കണം. അപ്പോൾ നമുക്ക് കവർ ചെയ്യാൻ പോവാം, വരും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് ഇവിടെ ഇരുന്നിട്ട് പൊതിയിടാന്ന് വിചാരിച്ചിട്ടോ. ബുക്കെല്ലാം അങ്ങനെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളിലാണെങ്കിൽ നമുക്ക് കറണ്ട് ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ അടിച്ചൊരു വൃത്തിയാക്കിയതിന് ശേഷം ഇവിടെ പായ വിരിച്ച് അതിലൊരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളിത് ഇവിടെ ഇങ്ങനെ ബുക്കൊക്കെ ഇങ്ങനെ പൊതിയിടാൻ കവർ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അത് ഫസ്റ്റ് തന്നെ അവൻ്റെ ബുക്ക് വെച്ചെടുക്കാം. ടെക്സ്റ്റ് ബുക്കിന് ഫസ്റ്റ് പൊതിയിടാൻ വിചാരിച്ചു. നോക്കട്ടെ, എന്തൊരു ബുക്ക് വന്നിട്ടുണ്ടല്ലോ. കേഴ്സർ റൈറ്റിംഗ് തന്നെയാണ്. ഇത് കേഴ്സർ റൈറ്റിംഗ് തന്നെയാണ്. ഇത് കളറിംഗ് ബുക്ക് ആൻഡ് ഹിന്ദീൻ്റെ കോപ്പി. പിന്നെ ഇത് മലയാളം കമ്പ്യൂട്ടർ ടെക്സ്റ്റ്, അങ്ങനെ പല ടെക്സ്റ്റുകളും ഉണ്ട്. അപ്പോൾ അത്ര ടെക്സ്റ്റേ ഉള്ളൂ കേട്ടോ ജഹാംഗീറിന്, എൻ്റെ അനിയന്. അപ്പോൾ ഇതവൻ്റെ ഡയറി, എൻ്റെ ഡയറി. രണ്ടാൾക്കും ഒരേ തന്നെയാണ്. എനിക്ക് വേറെ വേറെ അങ്ങനെയൊക്കെ. നെക്സ്റ്റ് നോട്ട് നമുക്ക് കുറച്ച് മിക്സായ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ എല്ലാതും കൂടി എടുക്കുമ്പോൾ മിക്സായ പോലെ ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് രണ്ട് സൈഡ് വെക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ബുക്ക് വെക്കേണ്ടതെന്നൊക്കെ നോക്കാം. അപ്പോൾ രണ്ട് നോട്ട് പോലെ വെച്ചിട്ടുണ്ട്. ഇനി വല്ലതും മിക്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇത് പുതിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കിട്ടുന്നത്. അപ്പോൾ അത്ര തന്നെയാണ്. സ്റ്റേപ്ലർ പിന്നെ അതിൻ്റെ അടിക്ക് പോയി. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ബുക്കെല്ലാം അവിടെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ അവിടെ പോയിരുന്ന് ബുക്കെല്ലാം കവർ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്ന് ഇനി ബുക്കെല്ലാം കവർ ചെയ്യണം. അപ്പോൾ നമുക്കത് ഇത്രയും ബുക്കാണ് നമ്മുടെ വന്നിട്ടുള്ളത്. ഈ രണ്ടും അവിടെയാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് സെറ്റാക്കിയിട്ട് കാണിക്കാം. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടാവുമോ? ഈ സ്റ്റേഷനറീസും ബാഗൊക്കെ വാങ്ങിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. എനിക്കൊരു
ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നൊരു വീഡിയോ ഇട്ടാലോ എന്ന്. മീനിങ്സ് പറയണ പോലെ എനിക്ക് അത്ര സ്റ്റേഷനറീസോ അങ്ങനെയൊന്നും വാങ്ങാനല്ല. സത്യം പറഞ്ഞാൽ എനിക്കൊരു പൗച്ച് ബാഗും ഷൂസും മാത്രമേ വാങ്ങാം. അങ്ങനെ തന്നെ ഞാൻ അവിടെ പോയി എന്നൊക്കെ വാങ്ങുന്നതാണ്. അപ്പോൾ ഇതേ ബുക്കെല്ലാം സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ ഇങ്ങനെ കവർ ചെയ്യണം. ഫസ്റ്റ് തന്നെ നോട്ട് ബുക്ക് ഒന്ന് സെറ്റാക്കാണ്ട് കേട്ടോ. രണ്ടാളും നോട്ട് ബുക്ക് എങ്ങനെയാണ് എന്തൊക്കെയാണ് ഒരു കറക്റ്റായിട്ടാണ് ഇരിക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കി ചെയ്യാണ്ട്. അപ്പോൾ ഒക്കെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഗൈസ് ഇതേ ഞാൻ ഈ ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്. ഇതിൽ മൊത്തം ഞാൻ എൻ്റെ അനിയൻ്റെ ബുക്ക് നോക്കാൻ വിചാരിച്ചു. ഇത് ഫസ്റ്റ് അത് അവൻ്റെ, അത് നമുക്കിഷ്ടമുള്ള പോലെ ആക്കാം. അതാ ഫസ്റ്റ് തന്നെ അത് അവൻ്റെ ഡയറിയാണ്. നെക്സ്റ്റ് ഇതെൻ്റെ കേട്ടോ, ഇത് എൻ്റെ മാത്സ് നോട്ടാണ്. അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചു. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇതും എൻ്റെ തന്നെയാണ്. അപ്പോൾ അത് മാറ്റി വെക്കാം. ഞാൻ തുറന്നു. ഇതും എൻ്റെ തന്നെയാണ് ഗൈസ്. എന്തൊരു ചെറിയൊരു വരങ്ങളുണ്ട്. അപ്പോൾ ഗൈസ് നല്ല ചൂടാട്ടോ. ഇതേപോലത്തെ നോട്ട് എനിക്കും ഉണ്ട്. അപ്പോൾ അത് ഇംഗ്ലീഷ് നോട്ടാണ്. നെക്സ്റ്റ് ഇംഗ്ലീഷ് കോപ്പി. നമുക്ക് ഇംഗ്ലീഷിൽ 2 എണ്ണം ഉള്ളൂ. അപ്പോൾ ഇതെന്താ? ഇത് ടി പി കേട്ടോ. ടി പികളൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ വിചാരിച്ചു. ടി പി ഒക്കെ വേറെ ആക്കി വെക്കാം. അപ്പോൾ ഇതും ടി പി ആണ്. ഇത് എൻ്റെ ഇതെൻ്റെ വൺലൈനൊക്കെ എൻ്റെ കേട്ടോ. ഈ വൺലൈനായിട്ട് വരുന്നതൊക്കെ എൻ്റെയാണ്. എനിക്ക് MS കമ്പ്യൂട്ടർ അതിലൊക്കെ എനിക്ക് വൺലൈനാണ് കേട്ടോ. അതുകൊണ്ടാണ് അതൊന്നും അങ്ങനെ ടി പി MS കമ്പ്യൂട്ടറൊന്നും അങ്ങനെ ടി പി നോട്ടല്ല കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ അനിയൻ്റെ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല മിക്സ്ഡ് ആയിട്ട് ഉണ്ടാവുകയെന്ന്. അപ്പോൾ ഇത് എൻ്റെ അനിയൻ്റെ. അപ്പോൾ അത് അവൻ്റെ മാറ്റി വെക്കാം. ഇതും അവൻ്റെ തന്നെ ആയിരിക്കില്ല. അപ്പോൾ മാറ്റി വെക്കാം. എനിക്കും ഉണ്ട് കേട്ടോ അതുപോലത്തെ ഒന്ന്. കിട്ടിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും എടുക്കാം. ഇതും അവൻ്റെ തന്നെയാണ്. എനിക്ക് ടി പി നോട്ട് കിട്ടിയോ? കിട്ടിയില്ലേ? നോക്കട്ടെ. എനിക്ക് അതിൻ്റെ ടി പി നോട്ട് കിട്ടിയിട്ടോ. കിട്ടി. ഇതും അവൻ്റെ തന്നെയാണ്. ഇത് അവൻ്റെ തന്നെയാണ്. ഇത് അവൻ്റെ തന്നെയാണ്. ഫോൺ ലൈനൊക്കെ അവൻ്റെ ആണല്ലോ. ഇത് അവൻ്റെ തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് കട്ടെടുക്കാം. ഒരുപാട് ന്യൂട്ടൺ ടെക്സ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഉണ്ടാവും ഗൈസ്. ഇതെൻ്റെയാണ്. ഇതും എൻ്റെയാണ്. സോഷ്യലിന് സയൻസിലൊക്കെ ഞങ്ങൾക്ക് ഓൺലൈനാണ്. ഇത് എൻ്റെയാണ്. നോക്കട്ടെ ഒരു മിനിറ്റ്. എല്ലാവർക്കും അറിയാം. മലയാളം 1, മലയാളം 2, മലയാളം കോപ്പി. ഇതെൻ്റെ. ഇത് ഞങ്ങളുടെ ടി പി നോട്ട്. ഇതെൻ്റെ ടി പി നോട്ട് കേട്ടോ. ടി പി നോട്ട് മൊത്തം വളരെ തന്നെ ആയിരിക്കും ഏകദേശം. നെക്സ്റ്റ് ഇതെൻ്റെയാണ്. അവൻ്റെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതെൻ്റെയാണ്. നെക്സ്റ്റ് മലയാളം 1 അപ്പോൾ കോപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് 3 എണ്ണം കിട്ടിയോ? 3 എണ്ണം കിട്ടിയല്ലോ. അപ്പോൾ ഇതവൻ്റെയാണ്. മിസ്സായിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അല്ല അപ്പം ഇതൊക്കെ ചിലപ്പോൾ എൻ്റെ ആണ്. ഇതാ എൻ്റെ അനിയൻ്റെയാണ്. ഈ മലയാളം നോട്ട് നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് വെക്കണം. മീൻസ് ഞാൻ എൻ്റെ ഉപ്പാൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ എന്താണ് ഞാൻ എൻ്റെ ഉമ്മയുടെ വീട്ടിലായിരുന്നു. അതുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഒരെണ്ണം മാത്രമല്ല. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇത് എൻ്റെ സബ്ജക്റ്റും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങളുടെ 2 ആളുടെ നോട്ടോടെ ഞാൻ സെറ്റാക്കി വെച്ചു. 1 മണിക്കൂർ എത്രയ്ക്ക് എടുത്തുട്ടെ ഞാൻ കറക്റ്റാക്കി വെക്കാൻ. അപ്പോൾ ഇനി ഇത് കറക്റ്റാക്കി സൂക്ഷിച്ച് വെക്കണം. അല്ലെങ്കിൽ പിന്നെ എൻ്റെ തല പൊട്ടിത്തറി. കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്രയും നേരം എടുത്തിട്ട് ഒതുക്കി വെച്ചതാണ്. ഇങ്ങനെയൊക്കെ ഏതൊക്കെ ടി പി നോട്ട് ഇതിൻ്റെ നോട്ട് അങ്ങനെ പിന്നെ ആദ്യം ഇതിൻ്റെ മേടിച്ചിടും. പിന്നെ ടി പി നോട്ട് അങ്ങനെ പിന്നെയും മേടിച്ചിടും. അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇതെൻ്റെ അനിയൻ്റെ, പിന്നെ ഇതെൻ്റെയാണ്. അപ്പോൾ ഇനി ഇതിന് കവർ ചെയ്യാണ്ട് ഫസ്റ്റ് തന്നെ ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇപ്പോൾ ടെക്സ്റ്റിൻ്റെ കവർ ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ ആദ്യം തന്നെ ടെക്സ്റ്റ് കവർ ചെയ്യാം. ഇത് ഞങ്ങൾ ഇന്നലെ പോയപ്പോൾ വെച്ചാൽ പറഞ്ഞു അല്ലേ. ഇപ്പോൾ കവർ ചെയ്യണം. സീസർ വെച്ച് കട്ട് ചെയ്യാം ഗൈസ്. ഇങ്ങനെ കട്ട് ചെയ്യണം. മീൻസ് നമുക്ക് കത്തിരി വെച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല തോന്നും. കാരണം
ഇവിടെ ഇങ്ങനെ ഒരു സാധനമുണ്ട്. അങ്ങനെ ഒരു സാധനം പൊളിക്കാനുള്ളതൊക്കെ തന്നെയാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അയ്യോ സോറി. സാധനം വേറെയാണോ? പറ്റിയ ബ്രൗൺ പേപ്പറാണോ ഗൈസ്? ആ നമ്മുടെ ബ്രൗൺ പേപ്പർ തന്നെയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചത് ഇവിടെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോഴേ അവിടെ തന്നെ അങ്ങനെ ഉണ്ടാവുന്നൊരു സാധനമല്ലേ, ഉണ്ടാവുന്നതാണെന്ന് ചെറിയ പഠിച്ചു പോയി. കീർച്ചിട്ട് വിളിക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ഞാൻ ബുക്ക് കവർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മൾക്ക് ഞാൻ ഇനി കവർ ചെയ്യുന്നത് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം. മീൻസ് നിങ്ങളൊക്കെ അറിയില്ല, ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു തരുമല്ലോ, ചുമ്മാ വെറുതെ കാണിച്ചു തരാം കേട്ടോ. അതെ, ഇങ്ങനെ കുറേ ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു നോട്ട് റെഡി ആക്കിയിട്ടുണ്ട്. നോട്ടല്ല, സോറി, ടെക്സ്റ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുക കേട്ടോ, ഉച്ചക്കത്തെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഇങ്ങനെ കേട്ടോ പോകാറ്. അപ്പോൾ അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ഞാൻ കുളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ തലയിലെല്ലാം എണ്ണ വെച്ചു, ഇനി മുഖത്ത് കൊണ്ട് തേച്ചതിന് ശേഷം കുളിക്കാൻ വേണ്ടി പോകണം. അപ്പം ഇനി കുളിച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അയ്യോ, ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ബുക്ക് കേട്ടോ ഫസ്റ്റ് കവർ ചെയ്തിട്ടുള്ളൂ. എനിക്ക് ബോറടിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ മറന്നു കേട്ടോ ഈ വീഡിയോ എടുക്കാൻ. ഞാൻ ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ക്ലേ അങ്ങോട്ടൊക്കെ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനാൽ ഞാൻ മറന്നു. അങ്ങനെ എന്തൊക്കെ ചെയ്തപ്പോൾ ഞാൻ മറന്നു പോയി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം. ബൈ.